സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ കാണുന്നത് ലത്തീൻ ആരാധനാ ക്രമം അനുസരിച്ചുള്ള ബൈബിൾ ഭാഗങ്ങളാണ്, വായനകളാണ്. അതിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ക്രിസ്മസ് സീസണാണ്. ഈ സീസണിൽ ജനുവരി 4, 2026 സഭ വായിക്കാൻ തരുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗമാണ്. അതിന് മുന്നോടിയായിട്ടുള്ള മറ്റു വായനകൾ, അത് ഒന്നാമത്തത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. അതിനുശേഷം നമുക്ക് പ്രതിവചന സങ്കീർത്തനമായിട്ട് നൽകപ്പെടുന്നത് സങ്കീർത്തനം 72, 2, 3, അതുപോലെ 7, 8, 10, 11, 12, 13 വാക്യങ്ങളാണ്. പിന്നീട് നമുക്ക് പൗലോസ് അപ്പസ്തോലന്റെ ലേഖനത്തിൽ നിന്നുള്ള വായനയുണ്ട്. അത് എഫേസസ് 3, 2 മുതൽ 6 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഈ തിരുവചന ഭാഗങ്ങളെല്ലാം, ബൈബിൾ ഭാഗങ്ങളെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ രാജാവിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗമാണിത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായത്തിൽ പറയുന്നു, ഇസ്രായേലിന്റെ മഹത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതാ, കർത്താവിന്റെ മഹത്വം നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിട്ട് ജനതകളെ മൂടും. എന്നാൽ കർത്താവ് നിന്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും. ജനതകൾ നിന്റെ പ്രകാശത്തിലേക്ക് വരും. അപ്പോൾ ഈശോയുടെ ജനനത്തോടുകൂടി വിജാതീയരായ ആളുകൾ ഈശോയിലേക്ക് വരുന്നത്, ഈ പ്രകാശത്തിലേക്ക് വരുന്നത്, അതിനെക്കുറിച്ചുള്ള സൂചനയാണ്. അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മരണത്തിന്റെ നിഴലിലും താഴ്വരയിലും കഴിഞ്ഞിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു എന്നുള്ള യെശയ്യാ പ്രവാചകന്റെ പ്രവചനം മത്തായി ശ്ലീഹ പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ ജനനത്താൽ ഉണ്ടാകുന്ന വലിയ പ്രകാശത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈശോ പ്രപഞ്ചത്തിന്റെ രാജാവായിട്ട് മാറുന്നതിനെ കുറിച്ചുള്ള പ്രവചനമാണ്. അതാണ് നമ്മൾ പ്രതിവചന സങ്കീർത്തനത്തിലും അത് തന്നെയാണ് കാണുന്നത്. രാജാവിനെ കുറിച്ചുള്ള സൂചനയാണ് അവിടെ നമ്മൾ കാണുന്നത്. സങ്കീർത്തനം 72, 2 കാണുന്നു, അവൻ അങ്ങയുടെ ജനത്തെ ധർമ്മനിഷ്ഠയോടും അങ്ങയുടെ ദരിദ്രരെ നീതിയോടും കൂടെ ഭരിക്കട്ടെ. നീതിയാൽ പർവ്വതങ്ങളും കുന്നുകളും ജനങ്ങൾക്ക് വേണ്ടി ഐശ്വര്യം വിളയിക്കട്ടെ. അതിനുശേഷം പറയുന്നു, അവന്റെ കാലത്ത് നീതി തഴച്ചു വളരട്ടെ. ചന്ദ്രനുള്ളിടത്തോളം കാലം സമാധാനം പുലരട്ടെ. താർശീശ് ദ്വീപുകളിലെ രാജാക്കന്മാർ അവന് കപ്പം കൊടുക്കട്ടെ. ശബായിലെയും രാജാക്കന്മാർ അവന് കാഴ്ചകൾ കൊണ്ടുവരട്ടെ. അപ്പോ ഇതെല്ലാം ഈ സുവിശേഷ ഭാഗത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. രാജാക്കന്മാരുടെ വരവും അവരുടെ കാഴ്ചയർപ്പണവും എല്ലാമാണ് ഇതിൽ സൂചന. ഇത് തന്നെയാണ് എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹായും പറയുന്നത്. മറ്റു തലമുറയിലെ മനുഷ്യർക്ക് ഇത് വെളിവാക്കപ്പെട്ടിരുന്നില്ല. ഈ വെളിപാടനുസരിച്ച് വിജാതീയർ കൂട്ടവകാശികളും ഒരേ ശരീരത്തിലും അംഗങ്ങളുമാകും. അപ്പോൾ ഈ രാജാക്കന്മാർ ഓർക്കുക, അവർ വിജാതീയരാണ്, അവര് ജ്ഞാനികളാണ്. ജ്ഞാനികളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പാപവും പുണ്യവും വേർതിരിച്ചറിയാനാകുമെന്നുള്ളതാണ്. അവർ വാനനിരീക്ഷകരാണ്, വലിയ നിരീക്ഷണ പാടവമുള്ളവരാണ്. കാലങ്ങൾക്ക് മുമ്പേ അങ്ങനെ പ്രവചിക്കപ്പെട്ടിരുന്നു. പ്രവാചകന്മാരുടെ പ്രവചനത്തിലും അതുപോലെ മഹാന്മാരായ ചിന്തകരുടെ പ്രവചനത്തിലുമെല്ലാം ഉണ്ടായിരുന്നു. എന്താണ്? യൂദയയിൽ നിന്ന് വലിയൊരു പ്രകാശമുണ്ടാകും. ലോകത്തെ അടക്കി ഭരിക്കാനുള്ളവൻ ബേത്ലഹേമിൽ നിന്ന്, യൂദയയിൽ നിന്ന് പുറപ്പെടുമെന്ന് പ്രവാചകന്മാരും കൺഫ്യൂഷ്യസും സിസറയും ഒക്കെ പോലുള്ള മഹാചിന്തകന്മാരും പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചിന്തകരുടെ എല്ലാ പ്രതിനിധിയായിട്ടാണ് ഇവർ വരുന്നതെന്നുള്ളവർക്ക്, ജ്ഞാനികളാണ്, ഭരണകർത്താക്കളുടെ പ്രതിനിധികളുമായിട്ടാണ്. അപ്പോൾ അവർ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, യഹൂദർക്ക് രാജാവായി ജനിച്ചവൻ എവിടെ? ഈശോ സകല പ്രപഞ്ചത്തിന്റെ രാജാവായിട്ട് മാറും എന്നുള്ള സൂചന അവിടെ നൽകപ്പെടുകയാണ്. ഇത് തന്നെ എല്ലായിടത്തും ആവർത്തിക്കപ്പെടുന്നുണ്ടല്ലോ. ഈശോയുടെ കുരിശുമരണത്തിൽ എഴുതപ്പെട്ട് വെക്കുന്നതും അത് തന്നെയാണ്. യഹൂദരുടെ രാജാവ് എന്നാണ് എഴുതി വെക്കുന്നത്. അത് തന്നെയാണ് പീലാത്തോസ് വിചാരണ വേളയിൽ ചോദിക്കുന്നത്. അതാണ് ആരോപണമായിട്ട് ജനങ്ങൾ ഇവൻ തന്നെ രാജാവാക്കാൻ ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്കുള്ള ധ്യാനത്തിന്റെ പ്രധാന വിഷയം, ഒന്നാമത്തെ കാര്യം ഇതാണ്: മിശിഹ സകല പ്രപഞ്ചത്തിന്റെ രാജാവാണ്. ഹീസ് ദ കിങ് ഓഫ് ഓൾ ദ യൂണിവേഴ്സ് എന്നുള്ളതാണ്. അത് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ നമ്മുടെ വിശ്വാസത്തിന്റെ അതിനാഥനും രാജാവും കർത്താവുമായ ഈശോയെ ഏറ്റുപറയാം. വിശ്വാസം നമുക്ക് ഉറപ്പുണ്ടാകുക. US ഇലക്ഷനിൽ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ US ഇലക്ഷനിൽ JD വാൻസ് ഒക്കെ ആ ഇലക്ഷൻ പ്രചരണത്തിന്റെ സമയത്ത് ജനതകളെ കൊണ്ട് ഏറ്റുപറയിപ്പിച്ച കാര്യം അതാണ്, ക്രൈസ്റ്റ് ഈസ് കിങ്, ക്രൈസ്റ്റ് ഈസ് കിങ്
എന്ന് പറഞ്ഞിട്ടാണ് ഇലക്ഷൻ പ്രചാരണം വരെ നടത്തിയത്. അപ്പോൾ ലോകത്തിന്റെ മുഴുവൻ, ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വീഡിയോ കണ്ടതാണ്, എല്ലാ ഭരണ സംവിധാനങ്ങളിലെയും സർവ്വതിൻ്റെ അടിസ്ഥാനമായിട്ട് ഈ ഈശോയുടെ പ്രബോധനങ്ങൾ മാറുകയാണ്. ലോകത്തെ മുഴുവൻ രണ്ടായി വിഭജിച്ചുകൊണ്ട് നമ്മുടെ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ ഒക്കെ അടിസ്ഥാനമായിട്ട് ഈശോയുടെ ജനനം, ഈശോ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു ഹൈന്ദവനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഇടുന്ന കണ്ടു. അഡ്വക്കേറ്റ്സ്മാര് ധരിക്കുന്ന ആ ഒരു ടാഗ് ഉണ്ടല്ലോ, ആ ടൈ, അതിനെ വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയാണ് അത് യഹൂദന്മാരിൽ നിന്ന് തുടങ്ങി ക്രൈസ്തവ ലോകത്തുണ്ടായിരുന്ന ക്രൈസ്തവ പുരോഹിതന്മാര് ധരിച്ചിരുന്നത് അത് നീതിയുടെ ഒരു ലക്ഷണമാണ്, പ്രതീകമാണ്. അത് 10 കൽപ്പനകൾ 2 ഫലകങ്ങളിലായി സ്വീകരിക്കപ്പെട്ടതിന്റെ അടയാളമാണ്. അതാണ് പുരോഹിതന്മാര് പട്ടം കൊടുക്കുന്ന സമയത്ത് നീതിയുടെ കവചം ധരിപ്പിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ആ തരത്തിൽ ഈശോ സകല പ്രപഞ്ചത്തിൻ്റെയും അധിനാഥനും രാജാവുമായിട്ട് നിൽക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനകളെല്ലാം ഇതിൽ വരികയാണ്. രണ്ടാമത്തത്, ഇവിടെ വന്ന് ഈ രാജാക്കന്മാര്, ജ്ഞാനികൾ ഈ ഹെറോദേസിന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ്. അവിടെ കാപട്യത്തിന്റെ സങ്കേതമാണ് ഹെറോദേസിന്റെ കൊട്ടാരം എന്ന് പറയുന്നത്. അയാൾ മഹാക്രൂരനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അപ്പനെ ബലമായിട്ട് യഹൂദർ പരിച്ഛേദനം ചെയ്തതാണ്. അയാള് യഥാർത്ഥത്തിൽ യഹൂദനല്ല. അതുകൊണ്ട് തന്നെ യഹൂദർക്ക് അദ്ദേഹത്തെ ഇഷ്ടമില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് യഹൂദരെ അദ്ദേഹം പലപ്പോഴും ദ്രോഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് യഹൂദർക്ക് രാജാവായി ജനിച്ചവൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഹെറോദേസ് പരിഭ്രാന്തനാകുന്നത്. എന്നിട്ട് അയാൾ നടത്തുന്ന കാപട്യമാണ്. അദ്ദേഹം പറയുന്നു, നിങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്നെയും വന്നറിയിക്കുക. അപ്പോൾ പിന്നീട് അവർ പോവുകയും സ്വപ്നത്തിൽ ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് വേറെ വഴിയും പോകുന്നു. നമ്മുടെ പ്രായോഗിക നിർദ്ദേശം, രണ്ടാമത്തെ ചിന്തയിലുള്ളത്, രണ്ടാമത്തെ കാര്യം ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഏത് വഴിയാണ് പോകുന്നത് എന്നുള്ളതാണ്. ഹെറോദേസും അതുപോലെ ജ്ഞാനികളും നമ്മുടെ മുമ്പിലുണ്ട്. ആത്മീയതയുടെ 2 അടയാളങ്ങളായിട്ടുണ്ട്. ഹെറോദേസ് കാപട്യത്തിന്റെ അടയാളം, ജ്ഞാനികൾ നേരെ വാ നേരെ പോ എന്നുള്ള ആ ഋജുവായിട്ടുള്ള ചിന്തയുടെ പ്രതീകമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? നമ്മൾ ആരുടെ പക്ഷത്താണ്? നമ്മൾ മനസ്സിലൊന്ന് വിചാരിക്കുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണോ? അതോ ജ്ഞാനികളെ പോലെ സത്യസന്ധമായ നീതിനിഷ്ഠയോടുകൂടി ദൈവിക വെളിപാടനുസരിച്ച് മുന്നോട്ട് പോകുന്നവരാണോ? നമ്മുടെ ഈ ദിവസത്തെ പ്രധാനപ്പെട്ട ധ്യാന വിഷയങ്ങളെല്ലാം ഇതാകട്ടെ. എല്ലാ ബൈബിൾ ഭാഗങ്ങളും ആ തരത്തിൽ ക്രോഡീകരിക്കപ്പെട്ടിരിക്കുന്നു. രാജാവായ ഈശോയെക്കുറിച്ച് പറയുന്നു. രാജാക്കന്മാർ ജ്ഞാനികൾ തേടി വരുന്നു, അവർ കാഴ്ചകൾ സമർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെയും നമ്മുടെ സമൂഹത്തിൻ്റെയും രാജാധിരാജനായ ഈശോയെ പ്രഖ്യാപിക്കാനുള്ള വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമുക്കുണ്ടോ എന്നുള്ള വലിയ ചോദ്യം നമ്മുടെ മുമ്പിൽ ഉണ്ടാകുന്നു. രണ്ടാമത്, നമ്മൾ പോകുന്ന വഴികൾ എങ്ങനെയാണ്? നമ്മൾ കാപട്യം പേറുന്നവരാണോ അതോ നേരായ വഴിയെ പോകുന്നവരാണോ? നമ്മളിപ്പോൾ എല്ലാം ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളെല്ലാം തച്ചു തകർക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയിൽ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവ ആഘോഷങ്ങൾക്കെതിരെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഒരു തരത്തിൽ പലരും പറയുന്നു ഒരു കാപട്യം പോലെ വരുന്നു. ഒരു സ്ഥലത്ത് ചേർത്ത് നിർത്തുന്നത്, മറ്റു സ്ഥലത്ത് പക്ഷേ ആക്രമണങ്ങൾ നടത്തുന്നു എന്ന രീതിയിൽ വരുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ചിന്തയ്ക്ക് പാത്രീഭവിക്കട്ടെ. Subscribe now and press the bell icon. Never miss an update.